എന്റെ അമ്മ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ അമ്മ എന്ന് വിളിച്ചുകൂടെ? എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ ഇപ്പൊ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി. എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. അപ്പൊ അതാണ്. അപ്പോ ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡായ അശ്വിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കില്ല. അതായിരുന്നു ഇപ്പോൾ നടക്കുന്ന വലിയ ഒരു പ്രശ്നം. അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിയാകൃഷ്ണ വന്നിട്ടുണ്ട്. അതിനു മുന്നേ ദിയാകൃഷ്ണയുടെ ഒരു പഴയ വീഡിയോ നമുക്ക് കാണാം. അതിൽ അവര് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് കാണാം. ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്കാണ് സ്റ്റോർ ടുഡേ ദി ഇൻഫേമസ് തൈര് സാധമൻ വത്തക്കുളമ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്ക് തൈര് സാധം വത്തക്കുളമ്പ് ആക്കുന്നു. ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഫുഡ്? ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഫുഡ്? അങ്കിളിന് ലഞ്ചാണോ ഡിന്നറാണോ ഇഷ്ടപ്പെട്ടത്? വിവാഹത്തിന് മുന്നേ മീനമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് വളരെ വാചാലയായി സംസാരിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പം അത് ആന്റിയായി, മീനമ്മയല്ല ആന്റിയായി. ഓക്കെ, ഇനി ഇവര് മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അഹങ്കാരത്തോടു കൂടിയാണ് അവരുടെ സംസാരം. നമുക്കതൊന്ന് കാണാം. അതായത് ആദ്യം പറയുന്നത്, എനിക്ക് നട്ടലുള്ളത് കൊണ്ട് ഞാൻ എന്റെ അഭിപ്രായങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും. അവർക്ക് നട്ടലുണ്ടായതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. അവരുടെ ഭർത്താവിന് നട്ടലില്ല. നട്ടലുള്ളവനാണെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയെക്കുറിച്ച് ഈ രീതിയിൽ ഭാര്യ സംസാരിക്കുമ്പോൾ കേട്ടോണ്ട് നിൽക്കത്തില്ലായിരുന്നു. അടുത്തത്, എനിക്കെതിരെയുള്ള പ്രതികരണങ്ങളും വീഡിയോകളും കാരണം എന്റെ ജീവിത തീരുമാനങ്ങൾ മാറ്റാൻ എനിക്ക് കഴിയില്ല. മാറ്റരുത്, ഒരിക്കലും മാറ്റരുത്. നിങ്ങളുടെ വീഡിയോ കാരണം നിങ്ങളുടെ ജീവിതം മാറ്റി പിന്നെ നിങ്ങളതല്ലാതാവത്തില്ലേ? നിങ്ങൾക്ക് സ്വയമായിട്ട് തോന്നി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് നന്നായിരിക്കും. അടുത്തത്, എന്നെ ശരിക്കും സ്നേഹിക്കുന്നവർക്ക് ഞാൻ ആരാണെന്നും എല്ലാവരോടും ഞാൻ എങ്ങനെയാണെന്നും അറിയാം. അതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മളതിപ്പോ കാണുന്നില്ലേ? നിങ്ങളിപ്പോ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ വ്ളോഗും ഒക്കെ ഇടുമ്പോൾ അതിനകത്തൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവരോടും എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ആരെയും എങ്ങനെ സംബോധന ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാവരും കാണുന്നുണ്ട്. അടുത്തത്, നമ്മൾ ആരെയും എന്ത് വിളിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതല്ല ബഹുമാനം. പിന്നെ അച്ഛനെ കയറിയിട്ട് വേറെ വല്ലതും വിളിച്ചിട്ട് എനിക്ക് എന്റെ അച്ഛൻ്റെ കൂടെ ഉള്ള ബഹുമാനം എനിക്ക് അച്ഛ എന്ന് വിളിച്ചല്ല കാണിക്കാനുള്ളത് എന്ന് പറയാൻ പറ്റുമോ? ആരെ ആയാലും നമ്മളെ വിളിക്കേണ്ടവരെ ബഹുമാനത്തോടുകൂടി വിളിക്കേണ്ട കാര്യങ്ങൾ വിളിക്കുക തന്നെ വേണം. പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അമ്മ എന്ന് വിളിക്കുന്നത്? സിന്ധു അമ്മേ, നിങ്ങൾക്ക് വേറെ വല്ലതും വിളിച്ചൂടെ? അവരോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ അമ്മ എന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേറെ വല്ലതും വിളിച്ചൂടെ? അല്ലെങ്കിൽ വേറെ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേനെ ആരെങ്കിലും മുതിർന്നവരെ കാണുമ്പം അങ്കിൾ ആന്റി അല്ലെങ്കിൽ സംബോധന ചെയ്ത് ബഹുമാനത്തോടെ സംബോധന ചെയ്യേണ്ട കാര്യം എന്താ പോടാ അങ്ങനെ വിളിച്ചാൽ പോരെ? ഒരാളെ നമ്മൾ ബഹുമാനം കൊടുക്കുന്നതിൽ നമ്മൾ എന്താണോ വിളിക്കുന്നത് അതിലും കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു നമ്മളെ കാട്ടി മുതിർന്നു നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ നമ്മൾ ബഹുമാനത്തോടു കൂടി അങ്കിൾ ആന്റി എന്നെ വിളിക്കും. അല്ലാതെ എനിക്ക് അയാളോട് ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അതെന്തിനാ കാണിക്കുന്നത്? ഡാ അങ്ങനെ ആരെങ്കിലും വിളിക്കൂ? പിന്നെ എന്താ അടുത്തത്, നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അത് വരുന്നത്. കണ്ടു നമ്മള് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവർക്ക് ഒരു ഗിഫ്റ്റ് പോലും മേടിച്ചോണ്ട് കൊടുക്കാതെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെയല്ലേ ചെയ്തു കൊടുക്കുന്നത്, ഒക്കെ നമ്മൾ കണ്ടു കേട്ടോ. അടുത്തത്, ഞാൻ അവരോട് എത്ര നന്നായി പെരുമാറുന്നുവെന്നും അവരുടെ കുടുംബ ബിസിനസ്സിന് ഞാൻ എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അശ്വിനും അവന്റെ മാതാപിതാക്കൾക്കും അറിയാം. അതിനെക്കുറിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ബിസിനസ്സിനെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി അടുത്ത പോസ്റ്റ്, അത് ഇംഗ്ലീഷിലാണ്. ഇത് തന്നെ ഞാനിപ്പോ അതിന്റെ മലയാളം തന്നെയാണ് ഞാനിപ്പോ വായിച്ചത്. വാട്ട് യു വാണ്ട് ടു സേ ടു ദ പീപ്പിൾ ഹു ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ലോഗ്. ആരോ കമന്റ് ഇട്ടതാണേ, സഹമാർക്ക് കമന്റിനുള്ള മറുപടി. സം ഡേയ്സ് ഐ ഡു ക്യാരക്ടറൈസ് ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫെല്ലോ യൂട്യൂബേഴ്സ്, ലെറ്റ് ദം മേക്ക് എ ലിറ്റിൽ മണി വിത്ത് മൈ ക്യൂട്ട് പിക്ചേഴ്സ് ആൻഡ് സ്റ്റോളൻ കണ്ടന്റ്. ഞാൻ എന്തായാലും അവരുടെ സബ്സ്ക്രൈബർ അല്ല കേട്ടോ. അതായത് ഫെലോ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ പിന്നെ എടുത്ത് നമ്മളൊക്കെ ആയിരിക്കും അതൊക്കെ ഇല്ലേ, നമ്മളൊക്കെ ഉണ്ടല്ലോ അവരെ എടുത്ത് പിന്നെ ഇത് ചെയ്തില്ലേ, അവരെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. കൂടിപ്പോയി, വേണ്ടായിരുന്നു. ഞാനും അവരുടെ വീഡിയോ എടുത്ത് ഇത് ചെയ്തായിരുന്നു കേട്ടോ, റിയാക്ഷൻ ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഉൾപ്പെടുമോ? വേണ്ടായിരുന്നു. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളാരും ഫെല്ലോ യൂട്യൂബേഴ്സ് അല്ല കേട്ടോ. സം ഡേയ്സ് ഐ ഡു, അവര് കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുത്തു ഫെല്ലോ യൂട്യൂബേഴ്സിന്. അതാണ് ലെറ്റ് ദം മേക്ക് എ ലിറ്റിൽ മണി വിത്ത് മൈ ക്യൂട്ട് പിക്ചേഴ്സ്.
അതാണ് അഹങ്കാരം. അവർ ക്യൂട്ടാണ്, കാണാനൊക്കെ ക്യൂട്ടാണ്. അവരുടെ ക്യൂട്ട് പിക്ചേഴ്സ് എടുത്തിട്ട് നമുക്ക് എന്താ മണി കിട്ടാനാണ്? ആൻഡ് സ്റ്റോളൻ കണ്ടന്റ്. ഞങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് എടുത്തിട്ടിട്ട് മണി മേടിക്കാനായിട്ട് അതിന് മുന്നേ ഞങ്ങളാരും ഭക്ഷണം കഴിക്കുന്നില്ലായിരുന്നു. നിങ്ങളുടെ ആ ഒരു വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്ത് അതിൽ നിന്നും കിട്ടിയ മണി കൊണ്ടിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അതിന് മുന്നേ ഞങ്ങൾ ഭക്ഷണമേ കഴിച്ചില്ല. നിങ്ങളുടെ ക്യൂട്ട് ഫോട്ടോസ് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വ്യൂസ് കിട്ടിയതും ഞങ്ങൾക്ക് അരി മേടിക്കാനുള്ള പൈസ തന്നതും. ഓക്കെ, എനിക്കതിൽ നിന്ന് ഒരു രൂപയും കിട്ടിയില്ല ഗൈസ്. അല്ല, മാപ്പ് പറയുന്ന വീഡിയോസ് ഇനിയുണ്ട്. അവര് ഇംഗ്ലീഷിലാണ് ഇട്ടേക്കുന്നത്. ഞാൻ അതിന്റെ മലയാളം പറയാം. ഇംഗ്ലീഷിന്റെ ഒരു കുറച്ച് വായിക്കാം. മലയാളത്തിൽ പോരെ, ഇംഗ്ലീഷ് വേണ്ടല്ലോ നമുക്ക്. അവർ ഇംഗ്ലീഷിലാണ് ഇട്ടത്. അവർ ഭയങ്കര ഇംഗ്ലീഷ്കാരാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിലിട്ടു. ഞാൻ അതിന്റെ മലയാളം ഇടാം. അതായത് അവരിട്ടേക്കുന്നത് ഇങ്ങനെയാണ്. ഒരു മിനിറ്റ്. നോ മാറ്റർ വാട്ട് ഐ വിൽ ഫോർ എവർ stick on to my opinion cause I have a spy. Few reaction videos against me won't make it change my life decisions. ചെയ്യരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ വായിച്ചില്ലേ, അത് തന്നെയാണ്. നമുക്കിതിന്റെ മലയാളം വായിക്കാം. മലയാളം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചില്ലേ? ഞാൻ ഇപ്പം നേരത്തെ വായിച്ചില്ലേ. ഇനി അവർക്ക് ഇതിന്റെ പേരിൽ വന്ന കുറച്ച് കമന്റുകളുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു കണ്ണടിയൊക്കെ വെച്ച് വന്നു. കാരണം ഞാൻ ഇവർ മാപ്പ് പറയുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടാണ് എടുത്തത്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അത് എടുത്തപ്പോൾ എനിക്കതങ്ങോട്ട് ബ്ലറായി കാണുന്നുണ്ട് കേട്ടോ. കാരണം മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് ഞാനൊരു ഇങ്ങനെ ചെറിയ ഇതൊക്കെ കാണാനായിട്ട് ഒരു കണ്ണട മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നല്ലതുപോലെ വായിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ താങ്കളുടെ ഉള്ളടക്കങ്ങൾ കാണാറുള്ളതും അതിനെ ബഹുമാനിക്കുന്നതുമായ ഒരാളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. ഇത് അവർക്ക് വന്ന ഒരു കമന്റ് ആണ്. എന്നാൽ നിങ്ങളുടെ വ്ലോഗിലെ ഒരു പ്രസ്താവന എന്നെ സങ്കടപ്പെടുത്തി. എല്ലാവരുടെയും വീട്ടിൽ അച്ഛനും അമ്മയും കാണും. അതില്ലാത്തവർക്ക് മറ്റുള്ളവരെ അങ്ങനെ വിളിക്കാം എന്ന രീതിയിലുള്ള നിങ്ങളുടെ വാചകം വളരെ വേദനിപ്പിച്ചു. കറക്റ്റ്, അത് എന്നെയും വളരെ വേദനിപ്പിച്ചു. അച്ഛനും അമ്മയും ഇല്ലാത്തവർക്കേ അവരുടെ വിഷമം അറിയത്തുള്ളൂ. നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ട്. നിങ്ങൾ ജനിച്ചതേ സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ജനിച്ചതേ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് അച്ഛനമ്മ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു വാചകം പറഞ്ഞത്. നിങ്ങൾ ഓക്കെ, നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ മദറിലോയെ നിങ്ങൾ അമ്മയെന്നോ ആന്റിന്നോ ചേച്ചിന്നോ എന്ത് വേണമെങ്കിലും നിങ്ങളെ വിളിക്കൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒരു വാചകം, അതായത് നിങ്ങൾക്ക് വീട്ടിൽ അമ്മയോ അച്ഛനോ വിളിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും പോയി വിളിച്ചോളൂ. അതില്ലാത്തവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. നമുക്ക് ബാക്കി വായിക്കാം. കമന്റ് ആണ് ഇത്, അല്ല അത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. തമാശയ്ക്കാണ് അത് പറഞ്ഞതെങ്കിൽ പോലും അത് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നവരുടെ സങ്കടങ്ങളെയും അവരുടെ മാനസികാവസ്ഥയെയും ഒട്ടും പരിഗണിക്കാതെ പറഞ്ഞതുപോലെ തോന്നി. ഇത്തരം വാക്കുകൾ സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ എങ്ങനെ ബാധിക്കുമോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പങ്കുവെക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് തന്നെ. അപ്പോൾ അവരതൊന്നും ആലോചിക്കുകയും കാണുകയും ചെയ്യാതെ അവർക്ക് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാം. മനുഷ്യരെ വേദനിപ്പിക്കാതെയും വിഷമിപ്പിക്കാതെയും കാര്യങ്ങൾ അവർക്ക് പറയാം. അപ്പം അവർ വലിയ ഇതായിട്ട് ജനിച്ചു, അവർക്ക് അമ്മയും അച്ഛനും ഉണ്ട് എന്ന് വിചാരിച്ച് ഈ രീതിയിൽ സംസാരിക്കരുതായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കമന്റിനുള്ള അവരുടെ മറുപടി അവർ കൊടുക്കുന്ന അത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. അത് എന്റെ ഉദ്ദേശവും ആയിരുന്നില്ല. ഇതാണ് ദിയയുടെ മറുപടി. നേരത്തെ പറഞ്ഞതെല്ലാം അവരിട്ട പോസ്റ്റുകളാണ്. അതായത് ഞാൻ നേരത്തെ വായിച്ചില്ലേ, അതെല്ലാം അവരുടെ പോസ്റ്റുകളാണ്. ഓക്കെ, ഇനി അവർ വേറൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്, അതുകൂടെ നമുക്ക് വായിക്കാം. ഇതിന് കണ്ണാടി വേണ്ട, അത് മറ്റേത് എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലറായിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെച്ചത്. അപ്പോൾ ഞാൻ അടുത്ത് വായിക്കാം. ചില നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടിയുമായി ഞാൻ വ്ലോഗിൽ പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് ഇടയായി. ഇത് അവരിട്ടേക്കുന്ന പോസ്റ്റാണ്. ഞാൻ നേരത്തെ വായിച്ചത് അവരുടെ ഒരു കമന്റും അതിനുള്ള റിപ്ലൈയുമായിരുന്നു. എന്റെ ഫോളോവർ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വാക്കുകൾ ആരുടെയെങ്കിലും വികാരങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. പറയുന്നതിന് മുൻപ് ഞാൻ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചിന്തിക്കാതെയും ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ച് പറയുമ്പം വിവാദങ്ങൾക്ക് വഴിയാവും. ഇൻസ്റ്റഗ്രാമിലെയും യൂട്യൂബിലെയും എന്റെ കുറെ ഫോളോവേഴ്സ് സ്നേഹത്തോടെ തന്നെയാണ് ഈ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് എന്റെ വാക്കുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇതിന് മറുപടി നൽകേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ആരെയെങ്കിലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് കാണുന്ന ചെറുപ്പക്കാരിലേക്ക് തെറ്റായ സന്ദേശം എത്തിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവരിപ്പം പറയുന്നത്. അപ്പോ
ഇതിപ്പോ ഇങ്ങനെ ഒരു ക്ഷമ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇടാൻ തന്നെ കാരണം അവരുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. അതൊന്നാമത്തെ കാര്യം. പിന്നീട് അവര് ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ ഓൺലൈനിൽ, ആ ഒരു ബിസിനസിനെ ഇവർക്ക് സാരമായി ബാധിച്ചു. ആൾക്കാരൊന്നും കൂടുതലായിട്ട് അവരുടെ പേജിലേക്ക് ജ്വല്ലറി അന്വേഷിച്ച് പോകാറില്ല. അതൊക്കെ കൊണ്ടാണ് ഇവരിപ്പോ ഇങ്ങനെ ഒരു മെസ്സേജും ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് വന്നേക്കുന്നത്. എന്നാലും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. ഇത് അവര് ഇങ്ങനെ ഒരു പോസ്റ്റ് അവർ ഇട്ടപ്പോ തന്നെ അവരവരുടെ വേറെ പോസ്റ്റും കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എനിക്ക് നട്ടലുള്ളത് കൊണ്ട് ഞാൻ എന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇത് നേരത്തെ ഞാൻ വായിച്ചില്ലേ, അതാണ്. അഹങ്കാരം കുറഞ്ഞിട്ടില്ല. അവരുടെ ബിസിനസ്സിന് പ്രോബ്ലം വരരുത് എന്ന് വിചാരിച്ച് പേരിന് വേണ്ടി ഒരു മാപ്പ് പറയുന്നതായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ അവര് അതേ കണക്ക് തന്നെ വേറെ പോസ്റ്റുകളും ഈ രീതിയിൽ ഇട്ടിട്ടുണ്ട്. എനിക്കെതിരെയുള്ള പ്രതികരണങ്ങളും വീഡിയോകളും കാരണം എന്റെ ജീവിതത്തെ തീരുമാനങ്ങൾ മാറ്റാൻ എനിക്ക് കഴിയില്ല, അങ്ങനെയൊക്കെ ഓരോ പോസ്റ്റുകളും അവരിട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് വലിയ അങ്ങ് മനസ്സിൽ വലിയ ഇതൊന്നും ഇല്ല. പിന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൊഴിഞ്ഞു പോയില്ലേ, അതുകൊണ്ട് ബിസിനസ്സിനെ ബാധിക്കരുതെന്ന് വിചാരിച്ച് ഒരു പോസ്റ്റ് ഇട്ടു, അത്രയേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ളതൊന്നും വായിക്കാനായിട്ട് കണ്ണാടി വേണ്ട ഗൈസ്. പക്ഷെ ചില സമയത്തുണ്ടല്ലോ കണ്ണിൽ ബ്ലറാവും. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും അഹങ്കാരം പിടിച്ച ഒരു ഫാമിലി. ഇവരുടെ പിള്ളേര് എല്ലാം ഈ പെൺകൊച്ചിനാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ച് സൗന്ദര്യമുണ്ട്. അത് നമ്മളെല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരുത്തനെ അടിമയായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നു. ഞാൻ അവരുടെ കുറേ വീഡിയോകൾ ഇരുന്ന് കണ്ടു കേട്ടോ. അതിനകത്തൊക്കെ ഇവരുടെ അമ്മയൊക്കെ ഇവരുടെ ഹസ്ബൻഡിനോട് പെരുമാറുന്നതൊക്കെ ഒന്ന് കാണണം. അതായത് ഞങ്ങളൊക്കെ എൻ്റെ വീട്ടിലും എൻ്റെ ഹസ്ബൻഡ് ചെല്ലുന്ന സമയത്തൊക്കെ മരുമകനാണ്. നമ്മളൊന്നും വലിയ പൈസക്കാരൊന്നും അല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. എന്നാലും കൊടുക്കേണ്ട റെസ്പെക്റ്റും കൊടുത്ത് നല്ലതുപോലെയാണ് പെരുമാറുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു മരുമകൻ വീട്ടിൽ ചെന്നിട്ടുള്ള ആ ഒരു രീതിയിലൊന്നും അല്ല ഇവരുടെ അശ്വിനെയോട് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ പെരുമാറുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അവരുടെ പേഴ്സണൽ ലൈഫ്. പക്ഷേ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കണക്ക് കിട്ടും, എയറിൽ പോകേണ്ടി വരും. അപ്പൊ അനിയത്തി പോയി എയറിൽ, ഇപ്പൊ ചേച്ചിയും പോയിക്കൊണ്ടിരിക്കുക. അഹങ്കാരം പിടിച്ച ഒരു ഫാമിലി. അഹങ്കാരത്തിന് ഒരു കുറവ് ഇപ്പോഴും വന്നിട്ടില്ല, അതാണ് സത്യം. ഓക്കെ, നമുക്ക് നാളെ കാണാം ഗൈസ് മറ്റൊരു വീഡിയോയുമായി. എല്ലാവർക്കും ബൈ ബൈ.